നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചകളുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവർ കാട്ടിൽ കൂടി നടക്കുകയാണ്. ജടായു പറഞ്ഞ പോലെ നടക്കുകയാണ്. നടന്ന് ഇവർ കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ ഇവരുടെ മുമ്പ് ഒരു രാക്ഷസൻ വരികയാണ്. അപ്പോൾ രാക്ഷസൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രൂപമാണ്. അതിന് നെഞ്ചിലാണ് അതിൻ്റെ കണ്ണ്. അതിന് തലയില്ല, ഒരു വായുവുണ്ട്, രണ്ട് കൈയും കാലും ഉണ്ട്. അപ്പോൾ ഈ രാക്ഷസൻ വേറെ ഇവരെ ആക്രമിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവർ തിരിച്ചാക്രമിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ രാക്ഷസന് മനസ്സിലാവുകയാണ് ഇത് സാധാരണ മനുഷ്യന്മാരല്ലെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ചോദിക്കുകയാണ്. ഞാൻ രാമൻ, ഇത് ലക്ഷ്മണൻ എന്ന് പറയാണ്. അപ്പോൾ ആ രാക്ഷസൻ പറയാണ്, എൻ്റെ പേര് കബന്ധൻ എന്നാണ്. ഞാൻ പണ്ട് ഇന്ദ്രനെയും സൂര്യനെയൊക്കെ പോലെ സുന്ദരനായിട്ടൊരു ദേവനായിരുന്നു. പണ്ട് ഞാൻ രാക്ഷസവേഷം കെട്ടി മഹർഷിമാരെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു. അവരുടെ തപസ്സും യാഗങ്ങളും ഒക്കെ മുടക്കുമായിരുന്നു. അപ്പം അന്ന് ഇതുപോലെ അതിശക്തിമാനായ ഒരു മഹർഷി, സ്ഥൂലശീരൻ എന്ന് പേരുള്ള അദ്ദേഹം എന്നെ ശപിച്ചു, ഞാൻ ഈ രൂപത്തിൽ തന്നെ ആവട്ടെ. പിന്നീട് ശ്രീരാമൻ വന്ന് എൻ്റെ കൈയും കാലും മുറിച്ച് എന്നെ ദഹിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ എനിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ, ഞാൻ പഴയ രൂപത്തിലാവുള്ളൂ എന്ന് അദ്ദേഹം അന്ന് ശപിച്ചിരുന്നു പറയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് എനിക്ക് ആയുസ്സും നീട്ടി കിട്ടിയായിരുന്നു. അപ്പോൾ അന്ന് എന്നിട്ട് ഞാൻ ഇന്ദ്രനോട് വഴക്കിന് പോയപ്പോൾ ഇന്ദ്രൻ്റെ വജ്രായുധം കൊണ്ട് എന്നെ ഇന്ദ്രൻ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ രൂപമായത്. എൻ്റെ മുഖവും എൻ്റെ ശരീരവും കൂടി എല്ലാം ഒന്നായിപ്പോയി വജ്രായുധത്തിൻ്റെ ശക്തി കാരണം. അപ്പോൾ പിന്നെ എനിക്ക് വാ വെച്ച് തന്നതും ഇന്ദ്രനാണ്, കൈകളും കാലും തന്നതും ഇന്ദ്രനാണ്. ഇന്ദ്രനും ഇത് തന്നെ പറഞ്ഞു, ശ്രീരാമൻ വന്ന് എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടുന്നു, അങ്ങനെ കൊല്ലൂ, എന്നെ ദഹിപ്പിക്കൂ, എന്നിട്ട് എനിക്ക് മോക്ഷം കിട്ടണമെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീരാമൻ ഈ കബന്ധൻ്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞ് ഇതിനെ ദഹിപ്പിക്കുകയാണ്. അപ്പോൾ ദഹിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വലിയ സുന്ദരനായിട്ടുള്ള ഒരു ദേവൻ വരികയാണ്. ഈ സുന്ദരനായിട്ടുള്ള ദേവനായിട്ട് മാറിയിട്ട് ഇദ്ദേഹം ഇവരോട് പറയുകയാണ്, നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നോളൂ. അവിടെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ അവിടെ ഋഷ്യമുഖ എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അവിടെ സുഗ്രീവൻ എന്ന് പറഞ്ഞൊരു വാനര രാജാവ് താമസിക്കുന്നുണ്ട്. ബാലിയുടെ സഹോദരനാണ്. സ്വന്തം രാജ്യത്ത് നിന്ന് ബാലി പുറത്താക്കി ഈ സുഗ്രീവനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാനരപ്പടയും നിങ്ങളെ സഹായിക്കും സീത തിരിച്ചു കിട്ടാൻ. അതിപ്പോൾ പാതാളത്തിലാണ് സീതയെ ഒളിപ്പിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഈ വാനരപ്പട നിങ്ങളെ സഹായിക്കും, സീതയെ പുറത്ത് കൊണ്ടുവരും, സീതയെ രക്ഷിക്കാൻ സുഗ്രീവനും സുഗ്രീവൻ്റെ പടയും സഹായിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ പറയും, നേരെ പടിഞ്ഞാറോട്ട് പൊക്കോളൂ, ഇവിടെ പമ്പാ നദിയുണ്ട്, അതിൻ്റെ തീരത്ത് തന്നെ ആയിട്ടാണ് മാതംഗ ആശ്രമത്തിൽ ശബരി താമസിക്കുന്നത്. പണ്ട് മഹർഷിമാരെ സേവിച്ചിരുന്ന അവരിപ്പോൾ അവിടെ അവർക്കും മോക്ഷം കിട്ടാൻ വേണ്ടി തപസ് ചെയ്യുകയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് ദേവൻ അപ്രത്യക്ഷമാവുകയാണ്. ഇവർ നേരെ നടന്ന് ചെന്ന് മാതംഗാശ്രമത്തിലെത്തുകയാണ്. എത്തിക്കഴിയുമ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ശബരിക്ക് സന്തോഷമാവുകയാണ്. ശബരി ഇവരെ ആനയിച്ചിരുത്തി ഇവർക്ക് ഭക്ഷണം കൊടുത്തു. ശബരി പറയാണ്, ഈ അഗ്നി ഇപ്പോഴും അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അഗ്നിയിൽ ലയിച്ചാണ് ഓരോ മഹർഷിമാർക്കും മോക്ഷം കിട്ടിയത്. അപ്പോൾ ശബരി പറയണം, എനിക്കും അതിൽ പോകണം, അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ, ഇനി എനിക്കും മോക്ഷം കിട്ടും. അപ്പം ശബരി പറയണത്, ആ കാണുന്ന തടാകം കണ്ടോ, അത് 7 കടലിലെയും പുണ്യജലങ്ങളുള്ളതാണ് ആ തടാകം. ഈ മഹർഷിമാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല, അവരുടെ മാലകളും ഇപ്പോഴും വാടിപ്പോയിട്ടില്ല, പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാലകളൊന്നും ഇപ്പോഴും വാടിയിട്ടില്ല, അത്ര ശക്തിയായിരുന്നു മഹർഷിമാർക്ക്. അപ്പോൾ ശബരി എന്ത് പറഞ്ഞിട്ട് ശബരി പറയാണ്, എനിക്കും മോക്ഷം കിട്ടാനുള്ള സമയം, സ്വർഗത്തിൽ ചേരാനുള്ള സമയം, ഞാനും പോവാണ് എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ലയിക്കുകയാണ് ശബരി. ആ തടാകത്തിൽ കുളിച്ച് ശുദ്ധമായി വൃത്തിയായിട്ട് പിറ്റേ ദിവസം യാത്രയാവുകയാണ് ശ്രീരാമൻ ലക്ഷ്മണനും കൂടി. ഇതിഹാസവാചകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.